ഹായ് മക്കളെ, ശ്രീഭാമ മിസ് ആണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇത് അടിപൊളിയായിട്ട് ഉഷാറായിട്ട് ഓണവും കാര്യങ്ങളൊക്കെ സെലിബ്രേഷൻ കാര്യങ്ങളൊക്കെ കഴിഞ്ഞല്ലേ. അപ്പോൾ വീണ്ടും നമ്മൾ എന്ത് ചെയ്യണം, കുറച്ച് കാര്യങ്ങളൊക്കെ പഠിച്ച് വീണ്ടും ബാക്ക് ടു സ്കൂൾ എന്നൊക്കെ പറയുന്ന പോലെ അടിപൊളിയായിട്ട് പഠിക്കണം. സോ ഇന്ന് മിസ് വന്നത് നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആകാൻ പോകുന്ന ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ്. ഞാനൊരു ക്വസ്റ്റ്യൻ ആദ്യം വായിക്കാം, എന്നിട്ട് ഞാൻ എൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ മക്കൾക്ക് പറഞ്ഞുതരാം. അപ്പോൾ ക്വസ്റ്റ്യൻ ഇതാണ്: ദ മെറ്റീരിയൽ വിച്ച് അലോസ് ഇലക്ട്രിക് കറന്റ് ടു പാസസ് ത്രൂ ഇറ്റ് ഈസ് കോൾഡ്. MCQ ക്വസ്റ്റ്യൻ ആണ്. 4 ഓപ്ഷൻസ് ഉണ്ട്. ഇൻസുലേറ്റർ ആണോ, കണ്ടക്ടർ ആണോ, ബോത്ത് 1 and 2 ആണോ, നൺ ഓഫ് ദീസ് ആണോ എന്നാണ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. ഇത് വായിക്കുമ്പോൾ തന്നെ നമുക്കറിയാം, ഇലക്ട്രിക് കണ്ടക്ടിവിറ്റി ചെയ്യുന്ന ആളുകളെ, ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുന്ന ആളുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് കണ്ടക്ടേഴ്സ് എന്ന് നമുക്കറിയാം അല്ലേ. ഒരുപാട് എക്സാമ്പിളുകൾ ഉണ്ട് കണ്ടക്ടേഴ്സിന് പറയുകയാണെങ്കിൽ. ഇപ്പൊ നമ്മൾ അലൂമിനിയം, കോപ്പർ, അങ്ങനെ ഒരുപാട് മെറ്റൽസുകൾ എന്താണ്, ഗുഡ് കണ്ടക്ടേഴ്സ് ഓഫ് ഇലക്ട്രിസിറ്റി ആണ്. അവരിലൂടെ ഒരുപാട് ഇലക്ട്രിസിറ്റി പാസ് ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയും. അങ്ങനെയാണെങ്കിൽ മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കിയാലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഞാൻ വായിക്കാം. ദ മെറ്റീരിയൽ വിച്ച് ഡസ് നോട്ട് കണ്ടക്ട് ഇലക്ട്രിക് കറന്റ് ഈസ് കോൾഡ് ഇൻസുലേറ്റർ, സൊല്യൂഷൻ, മെറ്റൽ ഓർ ഇലക്ട്രോലൈറ്റ് എന്നാണ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. ഇത് വായിക്കുമ്പോൾ നമുക്കറിയാം, ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യാത്തതിനെ നമ്മൾ എന്ത് പേരാണ് മക്കളെ വിളിക്കാറുള്ളത്? അതാണ് ഇൻസുലേറ്റർ എന്ന് പറയും അല്ലേ. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മുടെ വീടുകളിലൊക്കെ ഇലക്ട്രിക് ലൈൻസുകളും കാര്യങ്ങളൊക്കെ നിങ്ങൾ കാണാറില്ലേ, അതിന്റെ പുറത്ത് എപ്പോഴും എന്താണ്, പ്ലാസ്റ്റിക് അല്ലെങ്കിൽ വയറുകൾ കൊണ്ടാണ് കോട്ട് ചെയ്തിട്ടുള്ളത് അല്ലേ. എന്തുകൊണ്ടാണ്? അവിടെ നമ്മൾ തൊടുന്ന സമയത്ത് നമുക്ക് ഇലക്ട്രിക് ഷോക്ക് വരാൻ പാടില്ല. അതുകൊണ്ടാണ് ഏറ്റവും പുറത്ത് ഇൻസുലേറ്റർ ഉപയോഗിച്ച് അവർ എന്ത് ചെയ്തിട്ടുള്ളത്, സെറ്റ് ചെയ്തിട്ടുള്ളത്. ഉള്ളിൽ കോപ്പർ ആണെങ്കിൽ പോലും പുറത്ത് അവർ യൂസ് ചെയ്യുന്ന വയറുകൾ എന്ന് പറയുന്നത് പ്ലാസ്റ്റിക് ആയിരിക്കും. സോ അതുകൊണ്ട് തന്നെ ഒരുപാട് എക്സാമ്പിളുകൾ ഉണ്ട്. വുഡ്, പ്ലാസ്റ്റിക് ഒക്കെ നമുക്ക്, റബ്ബർ ഒക്കെ എന്തിനുള്ള എക്സാമ്പിൾ ആയിട്ട് പറയാൻ പറ്റും? ഇൻസുലേറ്ററിനുള്ള എക്സാമ്പിൾ ആയിട്ട് പറയാൻ പറ്റും. ഇതെല്ലാ സമയത്തും ഈ ക്ലാസ് എന്നല്ല, നിങ്ങൾക്ക് വലിയ ക്ലാസ്സുകളിലൊക്കെ യൂസ്ഫുൾ ആകാൻ പോകുന്ന ഒരു കാര്യമാണ്. അപ്പൊ നിങ്ങൾ വിചാരിക്കും, ഇതുപോലെയുള്ള കുറേ ക്വസ്റ്റ്യൻസുകൾ ഇനിയും കിട്ടിയാൽ അടിപൊളിയായിരിക്കും അല്ലേ. യെസ്, അതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ ഫാൽക്കൺ ബാച്ച് ഉള്ളത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഫാൽക്കൺ ബാച്ചിനെ പറ്റി അറിയുന്നുണ്ടായിരിക്കും. നിങ്ങൾ ഒരുപാട് ഡ്രീംസ് കാണുന്ന മക്കളാണല്ലേ, വലിയ വലിയ ആഗ്രഹങ്ങളാണ്. ഡോക്ടർ ആവണം, എഞ്ചിനീയർ ആവണം തുടങ്ങിയിട്ടുള്ള ഒരുപാട് സ്വപ്നങ്ങൾ കാണുന്ന മക്കളാണ്. ആ സ്വപ്നത്തിലോട്ട് നമ്മൾ എത്തണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഇതേപോലെയുള്ള പ്രോബ്ലംസും കാര്യങ്ങളും വർക്ക്ഔട്ട് ചെയ്ത് പഠിക്കണം. സോ അതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ ഫാൽക്കൺ ബാച്ച് ഉള്ളത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരുപാട് ടീച്ചേഴ്സ് നിങ്ങൾക്ക് അവിടെ ക്ലാസ് എടുക്കാൻ വേണ്ടിയിട്ട് വരും. ലൈവ് ക്ലാസ്സുകളും റെക്കോർഡ് ക്ലാസ്സുകളും അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും. നിങ്ങൾക്ക് ഈ ഇതുപോലെയുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസുകൾ യൂണിറ്റ് ടെസ്റ്റിലും അതുപോലെ നിങ്ങൾക്ക് വീക്ക്ലി ആയിട്ട് ഒരു യൂണിറ്റ് കഴിഞ്ഞാൽ അതിന്റെ കംപ്ലീറ്റ് ക്വസ്റ്റ്യൻസുകളും നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്യും. സോ ഇത്രയും അടിപൊളിയായിട്ടുള്ള ഒരു കാര്യം വളരെ റേറ്റ് കുറവിലാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പോകുന്നത്, കിട്ടാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പൊ എങ്ങനെയാണ് അതിന്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് താഴെ ഒരു നമ്പർ കൊടുക്കുന്നുണ്ട്. അതുവഴി കോൺടാക്ട് ചെയ്താൽ ബാക്കി ഡീറ്റെയിൽസുകൾ എല്ലാം ലഭിക്കും. സോ എല്ലാ മക്കളും നിങ്ങളുടെ ഡ്രീംസിന് വേണ്ടിയിട്ട് നമ്മുടെ ഫാൽക്കൺ ബാച്ചിൽ ജോയിൻ ചെയ്യണം. അവിടെ കാണാം. ബൈ ബൈ.